വ്യാജമാണ് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പരാതി കൊടുത്തതും. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എഫ്ഐആർ ഇട്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഇത്തരം വാർത്തയാവേണ്ട ഒരു കാര്യമല്ല. നിർഭാഗ്യവശാൽ അത് വാർത്തയായി പുറത്തറിഞ്ഞു. ഇത് അന്വേഷണം വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പ്രതികളെ നമുക്ക് കണ്ടുപിടിക്കാനും അത് എന്താണ് ആരാണെന്നൊക്കെ അറിയാനും കഴിയുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കോള് വന്നു, പല ആളുകൾക്കും കോള് വന്നിട്ടുണ്ട്. അപ്പം അത് ബന്ധപ്പെട്ട ആളുകളായി സംസാരിച്ച ശേഷം അവർ തന്നെയാണ് പറഞ്ഞത് അത് പോലീസിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനൊരു ഫ്രോഡ് നടക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് കൃത്യമായിട്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായിരുന്നു ശരിക്കും മന്ത്രിയാക്കാം എന്തായിരുന്നു പറഞ്ഞത്? അവര് മന്ത്രിയാക്കാന്ന് പറയുമ്പോൾ അവര് മിനിമം ഒരു ബോധം വേണം. അവര് സംസാരിക്കുന്നത് കേരളത്തിലാണ്, കേരളത്തിലെ ഒരു MLA-യോടാണ് സംസാരിക്കുന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവണം. കാരണം ഒരു മന്ത്രിസഭാ പുനഃസംഘടന കഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ വന്ന് മന്ത്രിയാക്കാന്നൊക്കെ പറഞ്ഞ ഒരു എന്താ പറയാ, അവരുദ്ദേശിച്ചത് എല്ലാ ആളുകളെയും പറ്റിക്കുന്ന പോലെ നമ്മുടെ ആളുകളെയും കേരളത്തിലുള്ള ആളുകളെയൊക്കെ പറ്റിക്കാം എന്നുള്ളതാണ്. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇത്തരം ഫ്രോഡിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ആളുകൾ നിർബന്ധമായിട്ട് നിയമത്തിന്റെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തത്. അതിങ്ങനെ മീഡിയാസിന്റെ മുന്നിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല.